പൂർണ്ണമായി സംരക്ഷണം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത് 10 വർഷക്കാലം. ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഏറ്റവും വലിയ ബഹളം, പിന്നെ മാഫിയകളുടെ ബഹളം, ഇതെല്ലാം കയ്യേറ്റമാണ്, മൊത്തം കയ്യേറ്റമാണ്. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിന് ഈ കായലോരമുണ്ട്. 10 വർഷത്തിന് മുമ്പ് ഡ്രഡ്ജിങ് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്ന് വരെ ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു സർക്കാർ വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് മാഫിയകൾ ഉള്ളത് ഈ ഭാഗത്താണ്. നമസ്കാരം. പ്രേക്ഷകർ വിചാരിക്കും ഇവനെന്തായത് കൊടും കാട്ടിലാണോ നിൽക്കുന്നത് എന്ന്. എൻ്റെ പിൻഭാഗത്തുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാവും ഇത് കൊടും കാട് തന്നെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന് തൊട്ട് മുൻപിലായുള്ള, അതായത് ആക്കുളം കായലിൻ്റെ കരയിലാണ് ഉള്ളത്. വർഷങ്ങളായി ഇവിടെ ഈ ആക്കുളം കായൽ കാട് മൂടി കിടക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ദൃശ്യങ്ങളിൽ നിങ്ങൾ കണ്ടത് അത് കൊടുങ്കാട് തന്നെയാണ്. പക്ഷേ ഇത് വർഷങ്ങൾക്ക് മുൻപ് ഒരു അതിമനോഹരമായ കായലായിരുന്നു. എന്നാൽ ആ കായൽ ഇന്ന് ഇപ്പോൾ കൊടുങ്കാടായി മാറിയിരിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കൊടുങ്കാട് ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. 10 വർഷത്തോളമായി ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തലസ്ഥാനത്തെ സംബന്ധിച്ച് അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാകേണ്ട സ്ഥലമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കാട് മൂടി കിടന്നുകൊണ്ട് അനാഥമായി കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് അനാശാസ്യ പ്രവർത്തനം മുതൽ വളരെ ഭീകരമായ സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത് എന്നാണ്. എന്തായാലും ഇത് സംസ്ഥാന സർക്കാരിൻ്റേതാണ്. അതായത് ഈ ആക്കുളം കായൽ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റേതാണ്. ഈ ഒരു ഭിത്തി നമുക്ക് കാണുവാൻ സാധിക്കും, കോൺക്രീറ്റിൻ്റെ. അതായത് ഈ കോൺക്രീറ്റിന് ശേഷം ഈ ഒരു വശം പൂർണ്ണമായും, മറുവശത്ത് അതായത് കോർപ്പറേഷൻ്റെ ഭാഗമാണ് ഇത്, മറുവശം അതായത് കായൽ സംസ്ഥാന സർക്കാരിൻ്റേതുമാണ്. എന്തായാലും അതിഭീകരമായ അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതാ നമുക്ക് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ കൊടും കാടാണ്. അതായത് വയനാട് ജില്ലയിലെല്ലാം തന്നെ കാണുന്നത് പോലെ അത്തരത്തിലുള്ള വലിയ കൊടും കാടാണ് ഇവിടെ ഒന്നും തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ വർഷങ്ങളായി നടക്കുന്നില്ല. മുൻപ് കിഫ്ബിയുടെ ഫണ്ട് ഈ ആക്കുളം കായൽ വൃത്തിയാക്കുന്നതിന് വേണ്ടി വകയിരുത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഫണ്ട് പിന്നീട് ലാപ്സായി പോവുകയും പിന്നീട് ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ, അതായത് ആക്കുളം കായൽ വൃത്തിയാക്കുന്നത് ഒന്നും തന്നെ നടക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് വ്യക്തമാക്കുന്നത് 10 വർഷത്തിലധികമായി ഇങ്ങനെ ആക്കുളം കായലും പ്രദേശവും വലിയ രീതിയിൽ ഇത്തരത്തിൽ കാടും പടലവും എല്ലാം തന്നെ മൂടിക്കിടക്കുന്ന സാഹചര്യം. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാകേണ്ട സ്ഥലമാണ് ഇത്തരത്തിൽ കൊടും കാടായി മാറിയിരിക്കുന്നത്. ഈ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമാകേണ്ട ഒരു സ്ഥലമാണ്. എത്ര കാലമായി ഇങ്ങനെ കാട് പിടിച്ച് ഇവിടെ കിടക്കുന്നത്? ഇതിപ്പോൾ എൻ്റെ അറിവിലൊരു 25 വർഷത്തിന് മുകളിൽ ഇത് സംരക്ഷിക്കാതെ ഇട്ടിരിക്കാൻ തുടങ്ങി. ഒരു 10 വർഷക്കാലം കൊണ്ട് പൂർണ്ണമായി സംരക്ഷണം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ കിടക്കുന്നത്. 10 വർഷക്കാലം കൊണ്ട് ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ഏറ്റവും വലിയ ബഹളം, പിന്നെ മാഫിയകളുടെ ബഹളം, സ്ഥലങ്ങൾ വെട്ടിപ്പിടിക്കുക. ഇപ്പോൾ നമ്മൾ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഈ കയർ ഫാക്ടറിയൊക്കെ കായലിൻ്റെ തീരത്താണ് അവർ മതിൽ കെട്ടി അടച്ചിരിക്കുകയാണ്. ഇതെല്ലാം കയ്യേറ്റമാണ്, മൊത്തം കയ്യേറ്റമാണ്. ഇവിടെ പല ഭാഗങ്ങളിലും കയ്യേറ്റം നടക്കാറുണ്ട്. പിന്നെ മറ്റുള്ളതെന്ന് പറയുന്നത്, ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിന് ഈ കായലോരമുണ്ട്. 2 കിലോമീറ്റർ ചുറ്റളവിന് ഇവിടുത്തെ കായലോരമുണ്ട്. ഈ റോഡെന്ന് പറയുന്നത് ഈ വരുന്നത് ധർമ്മരാജപുരം ലൈനിലേക്ക് വന്ന് കയറുന്നതാണ്. ഡോക്ടേഴ്സ് വില്ലേജിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണ്. വന്ന് ഈ കായലിലോളം വന്ന് കയറേണ്ട സ്ഥലമാണിത്. അതിനെ സ്വകാര്യ വ്യക്തികൾ ഇവിടെ കെട്ടിയടച്ച് അവിടെ മതിലുണ്ടാക്കി അവിടെ നിന്ന് അങ്ങോട്ട് കയർ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് സ്വകാര്യ വ്യക്തിയുടെ പേരിലാണ് ഈ സ്ഥലം ഇരിക്കണമെന്നാണ് നമ്മുടെയൊക്കെ അറിവിലുള്ളത്. ഇത് ആരുടെ പേരിലിരിക്കണോ, എന്താണ് ഇവിടെ നടക്കുന്നതെന്നോ നമുക്കറിയില്ല.
അപ്പോൾ നമ്മൾ ഇതുമായിട്ട് മനസ്സിലാക്കി വരുന്നതെന്ന് പറയുന്നത് ഇപ്പം അത് സ്വകാര്യ വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിങ്ങനെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ വലിയ രീതിയിലുള്ള കയ്യേറ്റം ഭീകരമായി നടക്കും. തീർച്ചയായിട്ടും കയ്യേറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ കായലോരം ഇപ്പോൾ കായലിൻ്റെ ഈ ഇവിടുത്തെ സർവേ തന്നെ എടുത്തു കഴിഞ്ഞാൽ കായലിന് ഇത്ര മീറ്റർ എന്നുണ്ട് നിലവിൽ. കോർപ്പറേഷൻ്റെ അല്ല വരുന്നത്, ഇത് നമ്മുടെ ടൂറിസത്തിൻ്റെ കീഴിൽ വരുമ്പോഴത്തേക്ക് ഇത്ര മീറ്റർ വിട്ടേ ഇത് ചെയ്യാവുള്ളതുണ്ട്. പക്ഷേ ഇതെല്ലാം കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ. ഇതിന് ഈ കിഫ്ബി ഫണ്ടോ മറ്റോ ഇത് വൃത്തിയാക്കാൻ വേണ്ടി പണ്ടെങ്ങാനും വകയിരുത്തിയിരുന്നു തോന്നുന്നു. വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഡ്രഡ്ജിങ് ഇവിടെ ഒരു 10 വർഷത്തിന് മുമ്പ് ഡ്രഡ്ജിങ് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്ന് വരെ ഇത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു സർക്കാർ വന്നിട്ടും, പ്രത്യേകിച്ച് CPM സർക്കാർ വന്നിട്ട് ഒരു ഭാഗം പോലും ഒരു തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ. ഇവിടെ ഇപ്പം പിന്നെ ടൂറിസത്തിന് ആൾക്കാരെ മറ്റോ ഈ പ്രദേശത്തേക്ക് വരുന്നുണ്ടോ? ഒരുപാട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കാണുമ്പോഴത്തേക്ക് സാമൂഹിക വിരുദ്ധരുടെ ശല്യം കാരണം അവർക്ക് വരാൻ കഴിയാതെ വരുവാണ്. നമ്മുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ മൊത്ത സ്ഥലവും വൃത്തിയാക്കി ഇവിടെ നല്ലൊരു സംവിധാനം കൊണ്ടുപോയി ഒരു ഫുഡ് ഹബ്ബോ പിന്നെ അല്ലെങ്കിൽ പാർക്കിംഗ് സംവിധാനങ്ങളോ എന്തെങ്കിലും കൊണ്ടുവന്നുകൊണ്ട് ഇവിടുത്തെ ജനകീയമാക്കി കൊടുക്കുക എന്നാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സന്ദർഭങ്ങളും ഉണ്ട്. നേരെ ഫ്രണ്ടിൽ വരുന്നത് ഇവിടെ നിന്ന് 200 മീറ്റർ പോലും ഇല്ല ഈ കായലോരത്തുനിന്ന് അപ്പുറത്തെ നമ്മുടെ ആക്കുളം ബോട്ട് ക്ലബിലേക്ക്. അപ്പോൾ ആ ടൂറിസ്റ്റ് വില്ലേജാണ് ആ കാണുന്നത്. നമ്മളത് മനസ്സിലാക്കി നോക്കുക. ഇവിടെ എന്ത് സാധ്യതയുള്ള സ്ഥലമാണെന്ന് അതെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതായത് ഇവിടെ പണ്ട് ബോട്ട് ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഇവിടെ വള്ളം സർവീസ് ഇവിടെ നിന്ന് അങ്ങോട്ടെന്ന് പറയുന്നത് പണ്ട് ബസ്സില്ല. ഈ പാലം വരുന്നുമ്പ്, അതായത് ബൈപ്പാസ് വരുന്നുമ്പ് ബസ്സില്ല. ഇവിടുന്ന് കായലോര പാതയായിരുന്നു. ഇവിടുന്ന് വള്ളത്തിലും ബോട്ടിലുമാണ് ഇവിടുന്ന് അപ്പുറവും ഇപ്പുറവും യാത്ര ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. അതായത് വലിയ ടൂറിസം സാധ്യതയുള്ള ഒരു സ്ഥലം. തീർച്ചയായിട്ടും വലുതല്ല, 100% ടൂറിസം സാധ്യതയുള്ള സ്ഥലമാണ്. ഇതിനെ ഇരിക്കുന്ന സർക്കാർ ഇനിയെങ്കിലും മുന്നോട്ട് വരണം. അതിനുവേണ്ടി MLAയും കൗൺസിലറെയൊക്കെ ഞങ്ങൾ കാണുകയും അതിന് വേണ്ട സാധ്യതയ്ക്ക് വേണ്ടി പല വാതിലുകളും മുട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ടൂറിസം മന്ത്രി ഇവിടെ വരികയും ഇത് കാണുകയും ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യണം. പിന്നെ ഇവിടെ പല കാര്യങ്ങൾക്കും ഗുണ്ടകളുടെയും മറ്റുള്ള തടസ്സങ്ങളും പല കാര്യങ്ങളും ഉണ്ട്. ജനകീയമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി വരെ ഉണ്ട്. നമ്മൾ ഈ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലൊക്കെ വരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പുറകുവശം ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടപ്പോൾ ഇത് ഞെട്ടിപ്പോയി. ഇത് കൊടും കാടാണോ എന്ന് വിചാരിച്ചു. അതെ ഏറ്റവും അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗം ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നോക്കുക, നമ്മൾ ഈ നിൽക്കുന്ന ഭാഗം ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഒരു ഫാമാണ്. അവരുടെ ഭാഗം കിടക്കുന്നത് എന്ത് വൃത്തിയായിട്ട് കിടക്കുന്നു, വൃത്തിയാക്കിയിട്ടിരിക്കുന്നു ഇത്രയും ഭാഗം. ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഭീകരമായ കാടാണ്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ OAR റെസിഡൻസ് അസോസിയേഷൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതിനപ്പുറം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് ഇനി വരുന്ന സംവിധാനങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഇവിടെ പൊതുവായിട്ട് 100% ഇവിടെ സാമൂഹ്യ വിരുദ്ധരാണ് ഏറ്റവും കൂടുതലുള്ളത്. സാമൂഹ്യ വിരുദ്ധർ ഇവിടെ ഉള്ളവരല്ല, പുറത്തുനിന്നാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഈ ഇപ്പോൾ തുഫാൻ ഇവിടെ വന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് മാഫിയകൾ ഉള്ളത് ഈ ഭാഗത്താണ്. പുറത്തുനിന്ന് വന്ന് ഇവിടെ വന്നിരുന്ന് ഇഞ്ചക്ഷൻ, ബ്രൗൺ ഷുഗർ, ഇങ്ങനെയുള്ള കഞ്ചാവ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ ഉപയോഗിക്കാനും അവരുടെ ഒരു സ്വകാര്യ കേന്ദ്രം. നമ്മളിപ്പോൾ പൊതുജനം എന്ന് പറയുന്നത് നമുക്കിവിടെ വന്ന് അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഇവിടെ വന്നിട്ട് ഇവരോട് എന്തെങ്കിലും പറയാൻ കഴിയില്ല. വന്ന് നമുക്ക് സുരക്ഷിതമില്ല, നമ്മൾ സുരക്ഷിതരല്ല. നമ്മളെ അവർ ഉപദ്രവിക്കുകയോ വല്ലതും ചെയ്ത് അല്ലെങ്കിൽ പിന്നെ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. അത്രയും തുറന്നു പറയാൻ ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ പല കാര്യങ്ങളും അവിടെ കാണിച്ചു തന്നു സാമൂഹിക വിരുദ്ധരുടെ ശല്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. സിറ്റിയുടെ നടു മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു കായൽ തീരമാണ് നമ്മുടെ ഒരുവാതക്കോട്ട ആക്കുളം കായൽ തീരം. ഇത് സാധാരണഗതിയിൽ ഒരു സിറ്റിയുടെ മധ്യഭാഗത്ത് ആയത് ഇത്രയും അവഗണന കാട്ടിയിട്ടുള്ളത് ഇവിടെ അല്ലാതെ ലോകത്തൊരിടത്തുമില്ല. ഇന്ന് തിരുവനന്തപുരം എറണാകുളം മറൈൻ ഡ്രൈവ് നമ്മൾ ഒന്ന് നോക്കണം. ഇതുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ മറൈൻ ഡ്രൈവ് എന്ത് ഭംഗിയായി കായൽ തീരം അവിടുത്തെ എറണാകുളം സിറ്റിയുടെ ഒരു വിലപ്പെട്ട സ്ഥലമായി അത് മാറിയിരിക്കുകയാണ്. അതുപോലെ ഇവിടെയും മാറ്റിയെടുക്കാൻ സർക്കാരിന് കഴിയുന്നതാണ്.
അത് ചെയ്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. എന്തായാലും ഈ പ്രദേശത്ത് ഈ കൊടും കാട്ടിൽ അനാശാസ്യ പ്രവർത്തനം മുതൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതുവരെ, അതുകൂടാതെ മണ്ണ് മാഫിയ ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇവിടെ ഏകദേശം 2-2.5 കിലോമീറ്ററോളം ഈ ആക്കുളം കായൽ തീരത്തിൻ്റെ നടപ്പാത ഉണ്ട്. ഈ നടപ്പാതയിലടക്കം വലിയ രീതിയിലുള്ള കയ്യേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും എടുത്ത് പറയേണ്ടത് ഈ നടപ്പാതയുടെ ഒരു അറ്റത്ത് മുൻ MLA അനധികൃതമായി കയ്യേറ്റം ചെയ്തുകൊണ്ട് അവിടെ ഒരു ബിൽഡിംഗ് സ്ഥാപിക്കുകയും, അതായത് കയർ ഫാക്ടറി സ്ഥാപിക്കുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ നടപ്പാത അടച്ചുകൊണ്ട് അവിടെ കയ്യേറ്റം നടത്തിയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളെല്ലാം തന്നെ ആക്കുളം കായൽ തീരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി ഇത്തരത്തിൽ വലിയ രീതിയിൽ കാട് മൂടി കിടക്കുകയാണ്. അതായത് കോടികൾ കിഫ്ബി ഫണ്ട് വകയിരുത്തിയിട്ടും അത് കൃത്യമായി മുൻ സർക്കാരുകൾ ഉൾപ്പെടെ വിനിയോഗിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിമനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമാകേണ്ട ഒരു പ്രദേശമാണ് ഇത്തരത്തിൽ കാട് മൂടിക്കിടന്ന് അനാശാസ്യ പ്രവർത്തനം ഉൾപ്പെടെ ഉള്ളവ നടക്കുന്നത്. ഈ ഒരു വാർത്ത ടൂറിസം മന്ത്രിയുടെയും അതുകൂടാതെ മറ്റ് മന്ത്രിമാരുടെയും ശ്രദ്ധയിൽ പെടുമെന്ന പ്രതീക്ഷയോടുകൂടി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും നാളുകളിൽ ഈ ആക്കുളം കായലും അതിൻ്റെ തീരവും വലിയ രീതിയിലുള്ള ടൂറിസം കേന്ദ്രമാകും എന്ന പ്രതീക്ഷയോടുകൂടി ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.